തൃശൂർ നാട്ടികയിൽ മത്സ്യബന്ധനത്തിനിടെ വല നശിച്ചു. കടലിൽ വല വിരിച്ച് തിരിച്ചെടുക്കുന്നതിനിടെയാണ് വല നശിച്ചത്. മുങ്ങിപ്പോയ കപ്പലിലോ കണ്ടെയ്നറിന്റെയോ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിയതിനാലാണ് വല പകുതിയോളം മുറിച്ചു കളയേണ്ടി വന്നത്. വല നശിച്ചതിൽ ദുരിതത്തിലായിരിക്കുകയാണ് തൊഴിലാളികൾ. കപ്പലൊക്കെ മുങ്ങിയതിന് ശേഷം എവിടെയൊക്കെയാണ് കൊടക്ക് കുണ്ട് കുഴിയെന്നൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. അന്ന് ഞങ്ങൾക്ക് ഇതിനൊക്കെ ഒരു നമ്പർ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്പർ അടിച്ചിടാത്തോടത്തും കൊടക്കിൽ പെടുകയാണ്. ഇപ്പോൾ 10 ലക്ഷത്തിലധികമാണ് ഞങ്ങൾക്ക് നഷ്ടം. തൊഴിൽ നഷ്ടം 15 ദിവസം വേറെ. ഈ ഓണം നാട്ടികയിലെ ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾക്ക് കണ്ണീരോണമായി. മത്സ്യബന്ധനത്തിന് പോയ നാട്ടിക ബീച്ചിലുള്ള ഗുരുദക്ഷിണ എന്ന വള്ളത്തിലെ തൊഴിലാളികൾ കടലിൽ വല വിരിച്ച് തിരിച്ചെടുക്കുന്നതിനിടെയാണ് വല നശിച്ചത്. മുങ്ങിപ്പോയ കപ്പലിലോ കണ്ടെയ്നറിന്റെയോ അവശിഷ്ടങ്ങൾ കുടുങ്ങിയതിനാലാണ് വല പകുതിയോളം മുറിച്ചു കളയേണ്ടി വന്നത്. ബാക്കിയുള്ള വലകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. വലയുടെ അറ്റകുറ്റപ്പണികൾ തീർക്കുവാൻ 15 ലക്ഷം രൂപയോളം ചെലവ് വരും. വലയുടെ പണി കഴിയാതെ കടലിലേക്ക് പോകാനാകില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. മുനമ്പം 6 നേരെയാണ് നമ്മൾ വല അടിച്ചത്, മീനടിച്ചത്. അപ്പോൾ അവിടെ എന്താണെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അടിച്ച് പിന്നെ റോപ്പൊന്നും കയറിയില്ല. അങ്ങനെ ചെത്തി ഒരു സ്ഥലത്ത് നിന്ന് വലിച്ച് ഒരു 5-6 പീസ് ആക്കിയിട്ടാണ് വല കയറ്റിയത്. പിന്നെ ഒരു വെയിറ്റ് എന്ന് പറയണത് പകുതി താഴേക്ക് വെയിറ്റ് പോയിട്ടുണ്ട്. വല എന്ന് പറയണത് പിടിച്ചോടത്തോളം വല ഒരുവിധമൊക്കെ പോയി. പണം സ്വരൂപിച്ച വലയുടെ പണി തീർത്ത എത്രയും പെട്ടെന്ന് വള്ളമിറക്കാനുള്ള ഒരുക്കത്തിലാണ് തൊഴിലാളികൾ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.